ഒരു വചനം വായിച്ച് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5 അതിൻ്റെ 40-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 40-ാമത്തെ വാക്യം. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഹല്ലേലൂയ. യേശു അന്നത്തെ പ്രമാണിമാരോട് പറഞ്ഞൊരു കാര്യമാണ്. വചനം മുഴുവൻ അറിയാമെന്ന വ്യക്തികളോട് പറഞ്ഞൊരു കാര്യമാണ്. വചനം ശരിക്കും അറിയാമെന്ന വ്യക്തികൾ, വചനം അറിയാത്ത വ്യക്തികളോടല്ല പറഞ്ഞത്. 5:40 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, എങ്കിലും ജീവൻ പ്രാപിക്കുന്നത് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ അടുത്ത് വരാതെ ഒരൊറ്റ വ്യക്തിക്ക് ജീവൻ കിട്ടില്ലെന്ന്. വചനം അവരുടെ കയ്യിലുണ്ട്, വചനത്തെപ്പറ്റി വ്യക്തമായിട്ട് അവർക്കറിയാം. വചനം അറിയാത്തത് കൊണ്ടല്ല അവർക്ക് ജീവൻ ലഭിക്കാഞ്ഞത്. വചനമെല്ലാം അറിയുമ്പോഴും യേശുവിൻ്റെ അടുത്തേക്ക് വരുവാൻ അവർക്ക് മനസ്സില്ല. ഇന്നും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ വചനമൊക്കെ അറിയാം, പക്ഷേ യേശുവിൻ്റെ അടുത്തേക്ക് വരാൻ മനസ്സില്ല. അതുകൊണ്ട് ജീവൻ പ്രാപിക്കത്തില്ല. അതുകൊണ്ട് യേശുവാണ് പറഞ്ഞത്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. You will not come to me that you might have life. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ഈ വചനമെല്ലാം കയ്യിലിരിക്കുമ്പോഴും എല്ലാ സാക്ഷ്യങ്ങളും ഉള്ളപ്പോഴും ജീവനില്ല. And still you are unwilling to come to me so that you may have life. അപ്പോൾ എൻ്റെ അടുക്കൽ വരാതെ ഒരൊറ്റ വ്യക്തിക്ക് ജീവൻ ലഭിക്കത്തില്ലെന്ന് എഴുതിയേക്കണം. ഈ വചനം മൊത്തം അവർക്കറിയാം. അല്ല, ഇന്നും നമുക്കൊരു അനേകർക്ക് വചനം മൊത്തം അറിയാം, പക്ഷേ യേശുവിൻ്റെ അടുത്തേക്ക് അവർ വരുന്നില്ല. വചനം അറിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ജീവനുണ്ടെന്ന് പറയാനും പറ്റത്തില്ല. അതാ വേറൊരു കാര്യം. ഇനി ഈ ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യന് പോലും യേശുവിൻ്റെ അടുത്തേക്ക് വരാതെ ജീവൻ കിട്ടത്തില്ല. ഈ വചനം മുഴുവൻ കയ്യിൽ ഇരുന്നവരോട് യേശു പറഞ്ഞൊരു കാര്യമാണ്, എങ്കിലും. ആ എങ്കിലും ഇനി നമ്മൾ കാണാൻ പോവാ. എന്താണ് എങ്കിലും? ജീവൻ പ്രാപിപ്പാൻ എൻ്റെ അടുക്കിലേക്ക് വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എങ്കിലും എന്താണെന്നുള്ളത് നമ്മൾ കാണാൻ പോവാ. കാരണം ഇവരെത്ര മാത്രം വചനത്തിൽ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 36 തൊട്ട്. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. അപ്പോൾ യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവർക്കൊരു സാക്ഷ്യമുണ്ടല്ലേ. അനേകർ ഇവിടെ വന്ന് സാക്ഷ്യം പറയത്തില്ല യേശുവിനെ പറ്റി. അപ്പോൾ സാക്ഷ്യം കേൾക്കാഞ്ഞിട്ടാണോ യേശുവിൻ്റെ അടുത്തേക്ക് വരാത്തെ? യോഹന്നാൻ, എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. യോഹന്നാൻ യേശുവിനെ പറ്റി സാക്ഷ്യം പറഞ്ഞു, ഒരു മനുഷ്യൻ പറഞ്ഞു. മനുഷ്യൻ്റെ സാക്ഷ്യം ഉണ്ടായിക്കൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരണമെന്ന് നിർബന്ധമില്ല. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, യേശു ചെയ്ത പ്രവൃത്തികൾ യേശുവിന് സാക്ഷ്യം പറഞ്ഞു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങൾ സാക്ഷീകരിച്ചു. യോഹന്നാൻ എന്ന മനുഷ്യൻ യേശുവിനെ പറ്റി സാക്ഷ്യം പറഞ്ഞു. 2 സാക്ഷ്യമായി. ഇനി 3-ാമതൊരു സാക്ഷ്യം. 37. എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടുമില്ല. നോക്കിയേ, എന്നെ അയച്ച പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഇനി സാക്ഷ്യം കേൾക്കണോ? 38. അവൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നോക്കി, അവൻ്റെ വചനം നിന്നിൽ വസിക്കുന്നില്ലെന്ന് യേശുവാ പറഞ്ഞ്. ഈ വചനം മൊത്തം അവർക്കറിയാം. എന്നിട്ടും പറയുക, അവൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. വചനം നിങ്ങളിൽ വസിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞേനെ. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം വചനം ഇല്ലെന്ന് എങ്ങനെ മനസ്സിലായി? പിതാവ് അയച്ച എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പിതാവ് എന്നെ പറ്റി സാക്ഷ്യം പറയുന്നു വചനത്തിൻ്റെ അകത്ത്,
പക്ഷെങ്കിൽ പിതാവ് അയച്ച എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. യോഹന്നാൻ എന്നെപ്പറ്റി സാക്ഷ്യം പറഞ്ഞു. കാരണം പിതാവ് പറഞ്ഞതാ, മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു എൻ്റെ വാക്കേത്. ഒരു മനുഷ്യൻ വന്ന് സാക്ഷ്യം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ചെയ്യുന്ന പ്രവൃത്തി, പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, എന്നിട്ടും സാക്ഷ്യം പറഞ്ഞു. അത് നിങ്ങൾ വിശ്വസിച്ചില്ല. ഇപ്പം നോക്കിയേ, എൻ്റെ വചനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അടുത്ത വചനം, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്ത് അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. നോക്കിയേ, തിരുവെഴുത്തുകളെ ശോധന ചെയ്തിട്ട് അവയ്ക്ക് അതിൻ്റെ അകത്ത് നിത്യജീവൻ ഉണ്ടെന്ന് നിരൂപിക്കുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. നോക്കിയേ, വചനം എനിക്ക് സാക്ഷ്യം പറയുന്നു. ഇത്രയും സാക്ഷ്യം ഉണ്ടായിട്ടും 40-ാമത്തെ വാക്യം ഇനിയും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ജീവൻ പ്രാപിക്കണം എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. നോക്കി, യേശു ഇത്രയും പേരുടെ സാക്ഷ്യം അവർക്ക് ഉണ്ടായിരുന്നു, വചനം അവർക്കുണ്ടായിരുന്നു, വചനത്തിൻ്റെ അകത്ത് നിത്യജീവൻ ഉണ്ടെന്ന് അവർക്ക് നിരൂപിക്കുന്നുവല്ലോ. എന്നിട്ടും എൻ്റെ അടുക്കൽ വരുവാൻ, വന്ന് ജീവൻ പ്രാപിപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഈ ബൈബിൾ ഇരിക്കുന്ന അനേകർക്ക് ജീവനില്ല. ബൈബിൾ കൈയിരിക്കുന്നവർ, അതിനെപ്പറ്റി പ്രസംഗിക്കുന്ന അനേകർക്ക് ജീവനില്ല. കാരണം എന്താ? യേശു ആകുന്ന വചനത്തിൻ്റെ അകത്ത് വന്ന് ജീവൻ പ്രാപിക്കാതെ ഈ വചനം എന്തെന്ന് തിരിച്ചറിയത്തില്ല. യേശുവിനെ സ്വീകരിച്ച് ജീവൻ പ്രാപിക്കാതെ പിതാവിനെ അവർക്കറിയത്തില്ല, വചനം അറിയത്തില്ല, പിതാവിനെ പറ്റി പറഞ്ഞ സാക്ഷ്യം അറിയത്തില്ല, യേശുവിനെ പറ്റിയ സാക്ഷ്യം അവർക്കറിയത്തില്ല. എന്തുകൊണ്ടൊരു വ്യക്തിയിൽ ജീവനില്ലെന്ന് മനസ്സിലാകുന്നു? ഒരുപാട് സംസാരിക്കുമ്പോഴേ അറിയാം അവർക്ക് ജീവനില്ലെന്ന്. കാരണം അവർ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല. യേശുവിനെ സ്വീകരിച്ചൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ സാക്ഷ്യം വേറെയാണ്. അവർക്ക് പിതാവിനെ അറിയാം, ഈ വചനത്തിൻ്റെ അത് ജീവനുണ്ടെന്ന് അവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യം എന്തെന്നറിയാം, യേശു ആരെന്ന് അവന് തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ എല്ലാം തുടക്കം ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുക. അപ്പം അറിവ് കൊണ്ടൊരിക്കലും യേശുവിനെ സ്വീകരിക്കണം നിർബന്ധമില്ല. അറിവ് വിശ്വാസമായി പരിണമിക്കുന്നുണ്ടോ? ഇല്ല. പിശാചിനും അറിയാം അവൻ ദൈവം ഏകനെന്നും അവൻ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ വിശ്വാസമാകുന്നില്ല. ഇന്ന് അനേക മനുഷ്യർ ദൈവം ഏകനെന്നും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ വിശ്വാസമായിട്ടില്ല. പിശാചു അത് തന്നെ ചെയ്യുന്നു. ദൈവം ഏകനെന്നും വിറയ്ക്കുകയും ചെയ്യുന്നു, പിശാച് തന്നെ. പക്ഷെങ്കിൽ ഒരിക്കലും പിശാച് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. ഇത്രയും സാക്ഷിയല്ലേ ഉണ്ടായിട്ടും അവർ വിശ്വസിച്ചില്ല. അപ്പോഴാണോ ഇവിടെ വന്ന് ഒരാൾ സാക്ഷ്യം പറഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വചനമൊക്കെ നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ അകത്ത് എത്രമാത്രം സംസാരിക്കല്ലേ? ഇത് നിങ്ങളുടെ ബൈബിളിലിരിക്കുന്ന, നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരേ വചനമാണ്. നിങ്ങളിതുവരെ ശ്രദ്ധിച്ചു പോലും കാണത്തില്ല. ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണാമായിരിക്കാം. പക്ഷേ എങ്കിലും ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ, ഈ വചനം ഇനിയിപ്പം ജീവനില്ലാത്തവർ വായിച്ചാലും അവർക്കും അത് മനസ്സിലാകത്തില്ല. ഇതാണ് വചനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വചനം എന്താണെന്ന് എഴുതി വച്ചിരിക്കുന്നത്, ദൈവം എന്തുദ്ദേശത്തിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിലാകുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് മനസ്സിലാകണമെങ്കിൽ യേശു ആരെന്ന് തിരിച്ചറിഞ്ഞാലേ പറ്റൂ. യേശു ആരെന്ന് തിരിച്ചറിയാതെ പിതാവ് ആരെന്ന് അറിയത്തില്ല, ഈ വചനം എന്തെന്ന് ആ വ്യക്തിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പ്രശ്നം നല്ലവനാണെന്നോ മോശമാണെന്നല്ല, ജീവനുണ്ടോ അതോ മരിച്ചാന്ന് കിടക്കുന്നതെന്നുള്ള. ജീവൻ പ്രാപിക്കാൻ യേശുവിൻ്റെ അടുത്ത് വരാതെ ഒരു രക്ഷയില്ല. നല്ലതോ തീയതോ ആയിട്ടോ വളരാം, പക്ഷേ ജീവൻ പ്രാപിക്കാൻ യേശുവിൻ്റെ അടുത്തല്ലാതെ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇതുവരെ കേട്ടത് അല്ല, ഞാനിവിടെ ഒരുപാട് ഭാഷ ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ദൈവം നോക്കുന്ന ജീവനുണ്ടോ മരിച്ചു കിടക്കുക എന്നൊന്നാ. ജീവനല്ലാത്ത ഒന്നും സ്വർഗത്തിൽ പോവില്ല. പോമോ?
ജീവനില്ലാത്തൊരു വ്യക്തിക്കും മരിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും ജീവനുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. മരിച്ച വ്യക്തിക്ക് ജീവനുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റുമോ? പക്ഷെ ലോകപ്രകാരം നോക്കിയാൽ മരിച്ചിട്ടില്ലല്ലേ? പക്ഷെ ദൈവം നോക്കുമ്പോൾ മരിച്ചതാ. അതുകൊണ്ടാണല്ലോ ഇവരെ പറ്റി ഇത് പറഞ്ഞത്. എങ്കിലും ജീവൻ പ്രാപിക്കും. നിങ്ങൾക്ക് ഇതെല്ലാം ഉണ്ട്, സാക്ഷ്യമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എങ്കിലും ജീവൻ പ്രാപിക്കുക എൻ്റെ അടുക്കൽ വരിക നിങ്ങൾക്ക് മനസ്സില്ല. ഗോസ്പൽ എന്ന് പറയുന്നത് മതമല്ല, ജീവനുള്ളവരുടെ കൂട്ടമാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ജീവനുള്ളവരുടെ കൂട്ടമാണ്. മതം മൊത്തം മരിച്ചവരുടെ കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും മനസ്സിലായവരൊന്നും ഹല്ലേലൂയ പറഞ്ഞിട്ട്. യേശു അവിടെ ഒത്തിരി അത്ഭുതമൊക്കെ ചെയ്ത് കാണും. അങ്ങനെ മേളിൽ പറഞ്ഞിരിക്കുന്നത് ഒത്തിരി അത്ഭുത പ്രവൃത്തി ചെയ്തില്ലേ? അവരും അത്ഭുതം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ജീവൻ കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുത്ത് വന്നേരം യേശുവിൻ്റെ നിന്ന് സ്വീകരിച്ചാലേ പറ്റൂ. യേശു ആരും തിരിച്ചറിഞ്ഞ് യേശുവിനെ കർത്താവും രക്ഷകനുമായി പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ജീവൻ പ്രാപിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം പുറമേ കാണിക്കുന്നതേ ഉള്ളൂ. സാക്ഷ്യം പറഞ്ഞത് സാക്ഷ്യത്തിന് കൊള്ളാം, നല്ല സാക്ഷ്യമായിരുന്നു എന്ന് പറയും. അത്ഭുതം, എന്തോ ഒരു അത്ഭുതമാണെന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ജീവനില്ലെങ്കിൽ എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ജീവനില്ലാത്തടത്തോളം കാലം അവൻ ആരാ? മരിച്ചവനാ അല്ലേ? അവനിൽ നിന്ന് വരുന്ന പ്രവൃത്തിയോ ജീവൻ്റെ പ്രവൃത്തിയാണോ? ലോകത്തിന് മനസ്സിലാകുമോ ജീവൻ്റെ പ്രവൃത്തിയാണോ അല്ലയോ എന്ന്? മനസ്സിലാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ അടുത്തൊരു വ്യക്തി വരുന്നത് രോഗം മാറാനല്ല, അതൊക്കെ ഉണ്ടാക്കാമായിരിക്കുക, ബ്ലെസ്സിങ് പ്രാപിക്കാനല്ല. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ ഒരിക്കലും ജീവൻ പ്രാപിച്ചിട്ടില്ല. ഉണ്ടോ? കർത്താവ് പിതാവ് അയച്ച യേശു എന്തിനു വേണ്ടി, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്? ആ ഉദ്ദേശത്തോടു കൂടി ആ യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ ഒരിക്കലും ജീവൻ പ്രാപിക്കത്തില്ല. ഇന്ന് ഗോസ്പൽ സുവിശേഷം പോലും ജീവൻ കൊടുക്കുന്ന പരിപാടിയല്ല. ആണോ? പരസ്യങ്ങൾ, ഗോസ്പലിൻ്റെ പരസ്യങ്ങൾ ജീവൻ കൊടുക്കുന്ന പരിപാടിയാണോ? പിന്നെ ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വരുമോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ജീവൻ കൊടുക്കുന്നു, യേശുവിൻ്റെ അടുത്തേക്ക് വാ ജീവൻ തരാമെന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പിതാവാം ദൈവം, ഞാൻ കഴിഞ്ഞ ദിവസം സൂക്ഷിച്ചതുപോലെ, എന്തിനാ യേശുവിനെ ഇങ്ങോട്ട് അയച്ചേ? ആരും നശിച്ചു പോകാതെ ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിനെ അയച്ചേ. ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് യേശുവിനെ അയച്ചത്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ രോഗസൗഖ്യം കിട്ടി 5 കൊണ്ട് 5000 ഒക്കെ ഭക്ഷിച്ചു, ജീവൻ പ്രാപിച്ചില്ല, നശിച്ചു പോവും. ഇവരും അത്ഭുതം ഒത്തിരി കണ്ടു. അതുകൊണ്ട് യേശു തന്നെ പറയാ, നിങ്ങൾ സാക്ഷ്യം കണ്ടതാ, എൻ്റെ പ്രവൃത്തികൾ പിതാവ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ പറഞ്ഞു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ ഞാൻ യോഗ്യനല്ല, അവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രൻ, പരിശുദ്ധാത്മാവ് ആരുടെ മേൽ ഇറങ്ങി വന്നോ അവനാ യഥാർത്ഥ ബുദ്ധൻ. യോഹന്നാൻ്റെ സാക്ഷ്യം അവർക്കുണ്ട്, അത്ഭുത പ്രവൃത്തികളുണ്ട്. ദൈവം തിരുവചനത്തിൻ്റെ അകത്ത് അവർ നോക്കാം, തിരുവചനം അവർ വ്യക്തമായിട്ട് അറിയാം, അതിൻ്റെ അത് ജീവനുണ്ടെന്ന് അവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ജീവൻ പ്രാപിപ്പാൻ എൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സില്ല. എന്തുകൊണ്ടാ? കഴിഞ്ഞ ദിവസം ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു. എന്തുകൊണ്ടാ? ഇരുട്ടിനെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് ജീവനിലേക്ക് വരാൻ താല്പര്യമില്ല. സത്യത്തെക്കാൾ കൂടുതൽ അവർ ഇരുട്ടിനെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ജീവനിലേക്ക് വരാൻ പറ്റത്തില്ല. കാരണം എന്താ? വെളിച്ചമടിക്കുന്ന ഉടനെ ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെട്ട് വരും അല്ലേ? യഥാർത്ഥ വെളിച്ചം അടിക്കാത്തടത്തോളം ഈ വ്യക്തികൾ യഥാർത്ഥ വെളിച്ചം അടിച്ചിട്ടില്ല ഇതുവരെ.
ഈ വെളിച്ചം അടിച്ചായിരുന്നെങ്കിൽ മാത്രമേ അവരിതിലേക്ക് വരികയുള്ളൂ. ആ വെളിച്ചം അടിക്കുവാൻ തക്കതിൻവണ്ണം അവർ സ്വീകരിക്കാൻ റെഡിയല്ല. അതൊരു പക്ഷേ അവരുടെ നല്ല പ്രവൃത്തിയായിരിക്കാം, അവരനുസരിച്ച് വരുന്ന ആചാരമായിരിക്കാം, അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വഴിയായിരിക്കാം. അതെല്ലാം യഥാർത്ഥ വെളിച്ചമടിച്ചാൽ അതെല്ലാം ഇരുട്ടായിരുന്നെന്ന് വെളിപ്പെടും. അനുവർത്തിച്ചു വന്ന ജീവിതശൈലി ഇരുട്ടാണെന്ന് യഥാർത്ഥ വെളിച്ചം അടിക്കുമ്പോഴേ വെളിപ്പെട്ടു വരും. ശരിയാണോ? എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ വെളിച്ചമടിച്ചപ്പോഴാണ് ഞാൻ അനുവർത്തിച്ചു വന്നിരുന്ന എല്ലാം നല്ല രീതിയിലുള്ള ജീവിതശൈലിയും ഇരുട്ടായിരുന്നെന്ന് മനസ്സിലായത്. ഇവിടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ചില പാപങ്ങൾ, പ്രത്യക്ഷമായ പാപങ്ങൾ മാത്രമായി ഇരുട്ടെന്ന് പലരും വിചാരിക്കുന്നു. അല്ല, ജീവനിൽ നിന്നല്ലാതെ പ്രവർത്തിക്കുന്നതല്ല ഇരുട്ടാ. Praise the Lord. Glory to Lord. ഇനി ഒരാൾ ഇരുട്ടിൽ നടന്ന ഒരു വ്യക്തിയെ ഞാനൊന്നുകൂടെ കാണിക്കുക. 1 തീമോത്തിയോസ് 1:13. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠുരനുമായിരുന്നു. ആരുടെ കാര്യമായി പറയുന്നു? ആരുടെ കാര്യമാ? അല്ല, ശൗല്. ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച അനിന്യൻ, ഇസ്രായേൽ ഗോത്രക്കാരൻ, എബ്രായൻ എന്ന് വിചാരിച്ച എബ്രായൻ. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. അത്ര ശുഷ്കാന്തി, അത്ര തീഷ്ണനായിരുന്നു. പറയാ, മുമ്പേ ശൗല് സ്വപ്നത്തിൽ പോലും വിചാരിച്ചോ ഞാൻ ദൂഷകനാണെന്ന്, ഉപദ്രവിയാണെന്ന്, നിഷ്ഠുരനായിരുന്നുവെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടോ? എപ്പോഴാ? ആ വെളിച്ചമടിച്ചപ്പോഴല്ലേ മനസ്സിലായി. ഇനി വെളിച്ചത്തിലേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അതിനു മുമ്പ് വരെ താല്പര്യമില്ല. കാരണം എന്താ? വന്നാൽ മൊത്തം പൊളിയും അല്ലേ? താൻ നിർമ്മല ഹൃദയത്തോടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. താൻ നല്ലവനാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടാണ്. മനസാക്ഷി പോലും സാക്ഷ്യം പറയുന്നു. പൗലോസിൻ്റെ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് എഴുതിയിട്ടുണ്ട്, ഞാനിത് ചെയ്യുന്നത്, ഇന്ന് വരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ നല്ല മനസാക്ഷിയിലാണ് ചെയ്തതെന്ന് കാണിക്കാൻ വേണേ. അപ്പോസ്തല പ്രവൃത്തി 23:1 അപ്പോസ്തല പ്രവൃത്തി 23:1 എടുത്തേ മോനെ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മടങ്ങി വരാം. നോക്കിയേ, പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റു നോക്കി. സഹോദരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോട് കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുമ്പിൽ നടന്നിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. നോക്കിയേ, ഇന്നേ ദിവസം വരെ നല്ല മനസാക്ഷിയിലാ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന്. ഇന്നും അനേകര് നല്ല മനസാക്ഷിയിലാണ് യേശുവിനെ സ്വീകരിക്കാതിരിക്കുന്നത്. ശരിയല്ലേ? ആണോ? ആയിരുന്നു. ഞാനെന്ത് പാപം ചെയ്യുന്നു? ഞാൻ മറ്റുള്ളവരെ ഹിന്ദുക്കോസുകാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു കുഴപ്പവും ചെയ്യുന്നില്ല. നല്ല മനസാക്ഷിയാണ് യേശുവിനെ സ്വീകരിക്കാൻ തടസ്സമല്ലേ? അല്ലേ അവന്? അല്ലേ? നോക്കിയേ, പൗലോസ് ന്യായാധിപ സംഘത്തിൻ്റെ ഉറ്റുനോക്കി, സൗരന്മാരെ, ഞാൻ ഇന്നേ ദിവസത്തോളം കേവലം നല്ല മനസാക്ഷിയോടുകൂടാ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴാണ് ആ മനസാക്ഷി ശരിയല്ലെന്ന് മനസ്സിലായേ? ഇനി എന്താ മടങ്ങി വരാം? ആ വെളിച്ചം അടിച്ചപ്പോഴാ. ഇനിയും 1 തീമോത്തിയോസ് 1:13 നോക്കെ. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠനുമായിരുന്നു. നോക്കിയത്, എങ്കിലും അവിശ്വാസത്താൽ, നോക്കി, അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കാരണം ലഭിക്കും. എങ്ങനെ ഇത് ചെയ്തത്? അവിശ്വാസത്താലാണ് ചെയ്തത്, അല്ലാതെ വിശ്വാസമില്ലായിരുന്നു. യേശുവിലുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിശ്വാസത്തിൽ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാ? വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാ. വിശ്വാസം ഉണ്ടെങ്കിലല്ലേ വെളിച്ചം കിട്ടൂ അല്ലേ? വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ജീവൻ കിട്ടൂ. ഇവിടെ പാപമല്ല ഇവിടെ വിഷയമാണോ? വിശ്വാസമോ അവിശ്വാസമോ അല്ല, ജീവനും മരണവും ആവശ്യം. വിശ്വാസമില്ലാതെ ജീവൻ കിട്ടത്തില്ല.
യേശുവിൽ വിശ്വസിക്കാതെ ജീവൻ കിട്ടും. അപ്പോൾ അവിശ്വാസത്താൽ ചെയ്തതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? യേശുവിനെതിരായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആര്? ഇന്നും അനേകർ നല്ല പ്രവൃത്തി ചെയ്യുന്നത് യേശുവിനെതിരായിട്ടല്ലേ? നിങ്ങൾ നോക്കുന്ന പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിക്കാൻ തടസ്സം ഏതാ? അവർ നല്ല പ്രവൃത്തിയല്ലേ? അല്ലേ? ഞങ്ങളത്ര നല്ലവരായിട്ട് ജീവിക്കുന്ന നിങ്ങൾ പോയി വല്ല ജാതികളുടെ ഇടയിലും പോയി സുവിശേഷം പറയത്തില്ലേ? കാരണം എന്താ? ഞങ്ങൾ നല്ലവരായതുകൊണ്ട് യേശുവിൻ്റെ കാര്യം, യേശുവിൻ്റെ ആവശ്യമേ ഇല്ല അല്ലേ? ജീവൻ പ്രാപിപ്പാൻ എൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സിലായിരുന്നു അല്ലേ? പാപിയാന്ന് ബോധ്യം വന്നാൽ മനസ്സ് വരും അല്ലേ? ചുങ്കക്കാരനും പാപിയും വേശ്യാസ്ത്രീയും മനസ്സ് വന്നു. കാരണം എന്താ? അവർക്കറിയാം പാപിയാണെന്ന്. അപ്പോൾ പാപികളാണെന്നോ, അതുകൊണ്ടാണ് യേശു പാപിയെ തേടിയാ വന്നതെന്ന് പറഞ്ഞു. നീതിമാന്മാരാരും സ്വർഗത്തിൽ പോവും? സ്വന്തം നീതിക്കാരൻ ആരെങ്കിലും സ്വർഗത്തിൽ പോവും? പാപി പോവും. കാരണം എന്താ? പാപിക്കറിയാം യേശുവിനെ കൂടാതെ പറ്റത്തില്ല. പക്ഷെ നീതിമാൻ അറിയത്തില്ല അവൻ പാപിയാണ്. അതാണ് ഏറ്റവും വലിയ പാവം അല്ലേ? തൻ്റെ പാപത്തെ മറച്ചു വെക്കുന്നതിൽ ഏറ്റവും വലിയ പാവം ആണോ? ഈസ് ദി ലോർഡ്. കാരണം പാപത്തിന് എന്തോ ഉണ്ട്? പരിഹാരം യേശുവുണ്ട്. പാപത്തെ മറച്ചു വെച്ചാൽ ആരുണ്ട് പരിഹാരം? ഈ സത്യം വല്ല ഇത് ഇപ്പം ഞാൻ പറഞ്ഞ അത് മനസ്സിലാവുമോ? പാപത്തെ മറച്ചു വെച്ചാൽ പ്രശ്നമാണെന്നും പാപത്തെ ഏറ്റു പറഞ്ഞാൽ പ്രശ്നമില്ലെന്നും പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? കാരണം പാപത്തിൻ്റെ പരിഹാരം യേശുവുണ്ട്. പാപം മറച്ചു വെച്ചതിൻ്റെ പരിഹാരം എന്തോ ആരുണ്ട്? പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിക്കും. പാപം ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേറെ എന്തു മാർഗം പറ? ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേറെന്തു മാർഗം? ഈ ശിക്ഷ അനുഭവിക്കാതെ സ്വർഗത്തിൽ പോകണമെങ്കിൽ വേറെ എന്തു മാർഗമുണ്ടെന്ന് പറ? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? നീ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ട, അതിന് പകരം ഞാൻ എൻ്റെ പുത്രൻ്റെ മേൽ ആ പാപം ഇട്ടു. നീ ആ പുത്രനെ സ്വീകരിച്ചാൽ നിൻ്റെ പാപം ഇളച്ച് കിട്ടും. അത് സ്വീകരിക്കാത്തത് എന്തെന്ന് നോക്കി, ഫ്രീ ആയിട്ട് ഒരു ഓഫറാണ് ഗോസ്പൽ. അതുകൊണ്ടാണ് ഗുഡ് ന്യൂസ്. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. ഈ നല്ല വാർത്ത പറയാൻ ചെല്ലുന്നവൻ്റെ കാരണത്തെ അടിക്കും അല്ലേ? കാരണം എന്താ? ഞാൻ ചെയ്തതൊന്നും പാപമല്ലെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സ്വയം ന്യായീകരിക്കുന്നവൻ, സ്വയം നീതീകരിക്കുന്നവന് ഒരിക്കലും യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഏറ്റവും വലിയ പാപം ഏതാ? പാപം ചെയ്തതല്ല, സ്വയം നീതീകരണമാണ്. അത് വീണ്ടും ജനിച്ചതിന് ശേഷം വന്നതിലും ആദ്യം കയറി നീതീകരിക്കുന്നത് എവിടെ ആയിരിക്കും? ഞാനല്ല, ഞാൻ അതിൻ്റെ അകത്ത് ഒരു കുറ്റവും ചെയ്തില്ലെന്ന് ആദ്യം തന്നെ കയറി പറയും. വീണ്ടും ജനിച്ചതിന് ശേഷം അല്ലേ? എൻ്റെ കുഴപ്പമല്ല അല്ലേ? ആണോ? നമുക്കൊരു വക്കീലായിട്ടും മറ്റുള്ളവർക്കൊരു ജഡ്ജായിട്ടിരിക്കാനല്ലേ ആഗ്രഹം അല്ലേ? അതുകൊണ്ട് ആരും വരാനൊക്കെ ഇല്ല. നമുക്ക് വക്കീലും മറ്റുള്ളവർക്ക് ജഡ്ജായിട്ടിരിക്കാനല്ലേ ആഗ്രഹം? വരാനൊക്കെ ഇല്ലേ? ആശ്രിതൊക്കെ ഇവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. നമുക്കെന്തൊക്കെ വന്നാലും നമുക്ക് വേണ്ടി വാദിക്കണം, പിന്നെ മറ്റുള്ളവരെ വിധിക്കണം. അത്രയേ ഉള്ളല്ലേ? നമുക്ക് വക്കീലാണ് നമ്മൾ, മറ്റുള്ളവർക്ക് ജഡ്ജും. ഇതാണ് ക്രിസ്ത്യാനിറ്റി അല്ലേ? ആണോ? ഇല്ല. തിരിച്ചാകുമ്പോഴേ ശരിയാകത്തുള്ളൂ. നമ്മളെ ഒന്ന് ജഡ്ജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ശരിയാവും. പ്രൈസ് ദി ലോർഡ്. ജീസസ്. ദൈവം ആരാണ്ടോടെ സംസാരിക്കുന്നു. ജീസസ്. വലിയ ഒരു അഭിഷേകവും ഒരു ഇതൊന്നുമല്ല, ഇതിൻ്റെ അകത്തൂടെ ദൈവം കൂടുതൽ സംസാരിക്കുന്നത്. ശാന്തമായ നിമിഷങ്ങളിൽ ദൈവം ആഴത്തിലുള്ള സംസാരിക്കും. ഐ ഡിഡ് ഇറ്റ് ഇഗ്നറൻ്റ്ലി ഇൻ അൺബിലീഫ്. നോക്കിയേ, അവിശ്വാസത്തിൽ ചെയ്ത്. അപ്പോൾ വിശ്വസിച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റുമോ? വിശ്വസിക്കാതെ ചെയ്യുമല്ലേ?
ഈ പാപം ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? അതുപോലും അറിയാൻ വലിയ പാടല്ലേ. യേശുവിൽ വിശ്വസിക്കാത്തതുകൊണ്ട് പാപം ചെയ്യുന്നത്. ശരിക്കും ഈ പാപം ചെയ്യാതിരിക്കാൻ യേശുവിൽ വിശ്വസിക്കാതെ വേറെ ഒരു മാർഗം പറ. നിങ്ങൾ പറ. പാപം ചെയ്യാതിരിക്കാൻ യേശുവിൽ വിശ്വസിച്ചല്ലാതെ വേറൊരു മാർഗം പറ. അപ്പോൾ നമ്മളെന്തോ പറയും? പാപം ചെയ്തിട്ട് എന്തോ പറയും? കുടുംബപരമായിട്ട് നമുക്ക് ഈ സ്വഭാവം ഉള്ളതാ അല്ലേ? അപ്പോൾ എന്തോ നമ്മൾ വക്കീലാവും അല്ലേ? ജീസസ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു മാർഗം പറ പാപം ചെയ്യാതിരിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ജീവൻ്റെ മാർഗമാണ് യേശുവിൻ്റെ മാർഗം എന്ന് പറയുന്നത്. ജീവൻ്റെ മാർഗം. മതത്തിൻ്റെ അകത്ത് ജീവനില്ല. ഉണ്ടോ? ജീസസ്. പാപം ചെയ്താൽ പാപം ചെയ്യാതിരിക്കാൻ വേറെ മാർഗം വല്ലതും ഉണ്ടോ? ഉണ്ടോ? പാപം ക്ഷമയ്ക്ക് വല്ല മാർഗമുണ്ടോ? അതിന് പകരം വേറെ നല്ല പുറത്ത് ചെയ്താൽ ഒരു പക്ഷെങ്കിൽ മോക്ഷം കിട്ടുമായിരിക്കും അല്ലേ? അങ്ങനല്ലേ ഉള്ളൂ. അല്ലാതെ പാപക്ഷമയുണ്ടോ? പാപക്ഷമയുണ്ടോ ക്രിസ്ത്യാനിറ്റിയിലല്ലാതെ എവിടെയെങ്കിലും? ഇന്നൊക്കെ ചെയ്താൽ മോക്ഷം കിട്ടുമായിരിക്കും, അതിന് പകരം നല്ല പ്രവൃത്തി ചെയ്താൽ മോക്ഷം കിട്ടും അല്ലേ? അല്ലാതെ പാപക്ഷമയുണ്ടോ? എന്തുകൊണ്ടില്ല? പാപം ക്ഷമിക്കാൻ പാപത്തിനൊരു പരിഹാരം ആരും ചെയ്തിട്ടില്ല. നമുക്ക് പകരമായിട്ട് ആ പാപം ഏറ്റെടുത്തത് ആരുമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനമൊക്കെ ഒത്തിരി ആഴമായിരിക്കും, പക്ഷെ ഇതല്ലേ പഠിപ്പിക്കാൻ പറ്റൂ. അടുത്ത വചനം, നമ്മുടെ കർത്താവിൻ്റെ കൃപ നോക്കിയേ, ക്രിസ്തുവേശുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അത്യന്തം വർദ്ധിച്ചു വരിക്കുന്നത്. എങ്ങനെയാണ് പൗലോസ് രക്ഷിക്കപ്പെട്ടത്? ഇങ്ങനെയുള്ള വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപ, ആ കൃപയ്ക്കകത്ത് എന്തോ ഉണ്ടായിരുന്നു? വിശ്വാസവും സ്നേഹവും കവിഞ്ഞൊഴുകി. ആരിലേക്ക്? പൗലോസിലേക്ക്. അതാണ് കൃപ. മുമ്പില്ലായിരുന്ന വിശ്വാസവും ദൈവസ്നേഹം, അഗപ്പേ സ്നേഹമാകട്ടോ, ഇൻ ക്രൈസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, വിത്ത് ഫെയ്ത്ത് ആൻഡ് ലവ് ഇൻ ക്രൈസ്റ്റ്. അതായത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും സ്നേഹവും കൃപയ്ക്കകത്ത് അത്യന്തം കവിഞ്ഞൊഴുകി. അപ്പോൾ യേശുവിലുണ്ടായിരുന്ന സ്നേഹം, വിശ്വാസം കൃപയ്ക്കകത്തൂടെ ഒഴുകി ഈ വ്യക്തിയിലേക്ക്. പറ, എന്ത് നല്ല പ്രവൃത്തി ചെയ്താൽ ഇത് ഒഴുകി വരും. എന്തിനു വേണ്ടി അത് ഒഴുകിയത്? യേശുവിലെ വിശ്വാസവും സ്നേഹവും എന്തിനാണ് ഒഴുകിയത്? ഇതിനി നമ്മളിൽ നിന്ന് ഒഴുകണം. ഈ സ്നേഹവും വിശ്വാസവും നമ്മളിൽ നിന്ന് ഒഴുകണം. അല്ലെ പിന്നെ നമ്മളുടെ അകത്ത് വന്ന് നിറയണ്ട. ഫിൽ വിത്ത് ഫെയ്ത്ത് ആൻഡ് ലവ് വിച്ച് ഈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഒരു വെർഷനിൽ എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ആ സന്തോഷം എന്താണ്? ദൈവത്തിൻ്റെ വിശ്വാസവും ദൈവത്തിൻ്റെ സ്നേഹവും എൻ്റെ അകത്ത് വന്ന് നിറഞ്ഞു. ജീവൻ പ്രാപിപ്പാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ജീവൻ പ്രാപിച്ചാൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെ കഴിവുകൊണ്ട് ജീവിക്കാനോ എൻ്റെ സ്വഭാവത്തിൽ ജീവിക്കാനോ അല്ല എന്നെ ഇവിടെ ആക്കി വെച്ചേക്കുന്നത്. അങ്ങനെ അന്നേ കാൽവറിയിൽ യേശു മരിക്കണ്ട. എൻ്റെ സ്വഭാവം ഞാൻ നല്ലവണ്ണം ജീവിക്കാനും ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനും അല്ല യേശു കാൽവറിയിൽ മരിച്ചത്. യേശുവിലുള്ളത് എന്നിൽ വെളിപ്പെടാനാ. എൻ്റെ പേരാ കൃപ. എനിക്കില്ലാത്തതൊന്ന് യേശുവിൽ കൂടി എനിക്ക് ലഭിക്കുന്നു. അതെന്നിൽ കൂടി വെളിപ്പെടുത്താനാണ് യേശു വന്നത്. അതാ ജീവൻ. ഇവിടെയാണ് അനേകർക്ക് വരുന്ന പരാജയം. ഈ സത്യം അറിയത്തില്ല. And the grace of our Lord was exceeding abundant with faith and love which is in Jesus Christ. യേശു ക്രിസ്തുവിലുള്ള സ്നേഹവും വിശ്വാസവും ആ ഗ്രേസ് ആയിട്ട് എന്നിൽ വന്ന് കവിഞ്ഞു നിറഞ്ഞു. The grace of our Lord, His amazing unmerited favor and blessing flowed out. Flowed എന്ന് പറഞ്ഞാൽ എന്നിൽ വന്ന് നിറഞ്ഞെന്നാ. In super abundance for me together with the faith and love which are realized in Jesus Christ. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വിശ്വാസവും സ്നേഹവും അവൻ്റെ അൺമെറിറ്റഡ് ഫേവർ എന്ന് പറഞ്ഞാൽ അർഹിക്കാത്ത നന്മയും എന്നിലേക്ക് വന്ന് കവിഞ്ഞൊഴുകിയെന്ന്. എപ്പോഴാ? ഞാൻ നിഷ്ഠരനും പാപിയുമായിരുന്ന സമയത്ത്. ഇതിൻ്റെ പേരാണ് ഗ്രേസ്.
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ ജീവൻ എൻ്റെ അകത്ത് വന്നപ്പോൾ എന്നിൽ എന്തെല്ലാം മാറ്റം നടന്നു. എന്നിലില്ലാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ ഫെയ്ത്ത്, വിശ്വാസം എൻ്റെ അകത്തേക്ക് വന്ന് നിറഞ്ഞല്ലേ ആണോ? പക്ഷെ ഇത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം അറിഞ്ഞില്ല ഒത്തിരി കാലത്തേക്ക്. ഇപ്പോഴറിയുന്നു. എന്നാലല്ലേ ഇങ്ങനെ ജീവിക്കേണ്ടത് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നത്. മറ്റേ എങ്ങനെയായിരുന്നു? അപ്പോൾ യേശു എന്തുകൊണ്ടാണ് എൻ്റെ അകത്ത് വരുന്നത്? ഈ ജീവൻ പ്രാപിച്ചില്ലേ വരുന്ന കുഴപ്പം എന്താ? ജീവൻ പ്രാപിക്കാതെ, ഇത് പ്രാപിക്കാതെ, ഈ വിശ്വാസവും ഈ സ്നേഹവും പ്രാപിക്കാതെ ഞാനിവിടെ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈ ഗ്രേസ് ഞാൻ പ്രാപിക്കാതെ എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതശൈലി? ആർക്കും അനക്കമില്ലേ? ഞാൻ ഈ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ട് കേൾക്കുന്നൊരു കാര്യമാണ്, പെറ്റമ്മ നിന്നെ മറന്നാലും, പെറ്റമ്മ നിന്നെ മറക്കും, പക്ഷേ യേശു മറക്കത്തില്ല. പിന്നീടാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത്. ഭൂമിയിൽ ഒരൊറ്റ വ്യക്തിക്ക് പോലും നമ്മളെ സ്നേഹിക്കുന്നില്ല, യേശു മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഈ ഭൂമിയിലെ വ്യക്തിയിൽ നിന്നാണ് സ്നേഹം പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ശരിയാണെന്ന് ഞാൻ പറയാം. ശരിയാണെന്ന് പൊന്നോ ചേച്ചി പറഞ്ഞു. ഭൂമിയിൽ ഒരൊറ്റ വ്യക്തി പോലും സ്നേഹിക്കുന്നില്ല. പെറ്റമ്മയ്ക്ക് അപ്പൻ സ്നേഹിക്കുമോ? നീ നിങ്ങൾ നോക്കിയിട്ട് പെറ്റമ്മ 2 പ്രാവശ്യം മോൻ വന്ന് ഉപദ്രവിച്ചു പോയി, പിന്നെ സ്നേഹിക്കുമോ? അപ്പം വീതം എഴുതി കൊടുക്കുമോ? എന്തുവായിരുന്നു സ്നേഹം? എന്തുവായിരുന്നു സ്നേഹം? അനേക കുടുംബങ്ങൾ, ചില മക്കൾക്ക് വീതമില്ല. കാരണം എന്താ? അല്ല, തിരിച്ചെന്തേലും ചെയ്ത് കാണും അപ്പനോടോ അമ്മയോടോ, അല്ലേ? ഇനി തിരിച്ച് ചെയ്താലും അപ്പനും അമ്മയ്ക്കും അങ്ങനെ പ്രവർത്തിക്കാൻ അധികാരമുണ്ടോ? ഇല്ല. ലോകപ്രകാരം ഉണ്ടല്ലേ, എല്ലാവരും പറയും, സപ്പോർട്ട് ചെയ്യും. അവൻ എന്തിനാ കൊടുത്തതെന്ന് ചോദിക്കുക, അല്ലേ? പക്ഷെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലില്ല. കാരണം എന്താ? നീ എന്തെല്ലാം ചെയ്തിട്ടാണ് യേശു നിന്നെ സ്വീകരിച്ചത്? നീ എന്തെങ്കിലും ചെയ്താൽ യേശു നിന്നെ സ്നേഹിക്കത്തില്ലേ? സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ സ്നേഹം വേറെ, ആ സ്നേഹം വേറെയാണെന്ന്. ഇനി നിങ്ങൾ പറ, യേശുവിൽ കൂടി അല്ലാതെ ഈ സ്നേഹം എങ്ങനെ വരും? ഇനി നിങ്ങൾ പറ, ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതശൈലി ഏതാ? നമ്മളിങ്ങോട്ട് പോരട്ടെ എന്ന് പറയുമ്പോൾ ഓർത്തോണം, ദൈവം നമ്മളിൽ വെളിപ്പെടേണ്ട ആത്മീയതയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിക്കോ. ഇതെന്തിനാ ഈ സ്നേഹവും ഈ വിശ്വാസവും നിറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്തിനാ? അപ്പോൾ ആർക്കും ഇന്നൊരു അനക്കമില്ല. ആകെ 5 പേര് 6 പേരേ ഉള്ളൂ. 7 പേര് സുഖം. വളരെ കാരണം ഈ 6 പേര് ഇത് കേൾക്കാൻ യോഗ്യതയുള്ളവരായി തീർന്നു എന്നുള്ള പ്രൈസ് ദി ലോർഡ്. കാരണം എല്ലാവർക്കും ഇന്ന് യോഗ്യതയില്ല. പൗലോസിന് എങ്ങനെ പറയാൻ പറ്റും ഇനിയിപ്പം ഞാൻ ജയിലിൽ പോയാലും ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ? നേരത്തെ പറ്റുമായിരുന്നോ? ഞാൻ ചോദിക്കുന്ന കാര്യം, നിങ്ങളിൽ എന്ത് മാറ്റം സംഭവിച്ചു? ഇപ്പം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി എന്നെ സ്നേഹിക്കില്ലെന്ന് എനിക്കറിഞ്ഞാലും എനിക്ക് വിഷമമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെനിക്കറിയാം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ വ്യക്തികളുടെ ആക്ഷൻ ഞാൻ നോക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് യാതൊരു വിഷമവും വരത്തില്ല. കാരണം എനിക്കറിയാം അങ്ങനെ പറ്റുള്ളൂ അവർക്ക്. അപ്പോൾ ആ സ്നേഹിക്കാത്തതിൽ, അവരെന്നെ സ്നേഹിക്കാത്തതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്.
അപ്പോൾ ലോകം എന്നോട് പറയും അവരെന്തൊരു പുള്ളികളാ, അവരിങ്ങനെ കാണിച്ചല്ലോ. ഞാൻ പറഞ്ഞു നോ. പക്ഷെ ഞാനങ്ങനെ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോണം എൻ്റെ അകത്ത് ഇരിക്കുന്ന സ്നേഹകഥ. അവരങ്ങനെ എനിക്ക് വേണ്ടി ചെയ്യുമ്പോഴും ഞാൻ അവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ചോട് എനിക്ക് എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് എനിക്ക് ബോധ്യം വന്നപ്പോഴും ഞാൻ തിരിച്ചവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ യേശുവിനെ സ്വീകരിച്ചിട്ട് കാര്യം എന്തായി? ശരിയാ, നിങ്ങൾക്ക് ഒരു പുറമെ മോട്ടിവേഷണൽ സ്പീച്ച് അല്ലിത്. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഈ ദിവസങ്ങളിൽ മോട്ടിവേഷൻ സ്പീച്ച് ചെയ്യാത്തതിൻ്റെ കാരണം ദൈവം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചതുകൊണ്ടാണ്. കാരണം എന്താ, നമ്മളിൽ ആഗ്രഹിക്കുന്ന കാര്യം ഇവരെ നടന്നിട്ടില്ല, ആരും പ്രസംഗിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ യേശു ഈ കാൽവറിയിൽ മരിച്ചതിൻ്റെ ബെനിഫിറ്റ് ആരിൽ വരും? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ, നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നു. ഇത് മാത്രം പ്രസംഗിച്ചാൽ ഇത് ഏത് വ്യക്തിയിൽ വെളിപ്പെടും? കർത്താവ് ഇന്ന് വന്നാൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഏത് വിശ്വാസം? മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഏത് വിശ്വാസം? ക്രിസ്തുവിലുള്ള വിശ്വാസം ഈ ഫലം കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഈ ഭൂമിയിൽ? ക്രിസ്തുവിലുള്ള ഞാൻ വിശ്വസിച്ചിട്ട് ആ ഫലം എനിക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ആ വിശ്വാസം കണ്ടെത്തുമോ? ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം വരുന്ന ഫലം കണ്ടെത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ BOC ബൈബിളിൻ്റെ അത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. വെർഷനില്ല, അതുകൊണ്ടാണ്. ഓട്ടെ, എൻ്റെ മൊബൈലിനകത്തുണ്ട്. കവിഞ്ഞൊഴുകിയെന്ന് അതിൻ്റെ അത് എഴുതിയത്. കർത്താവായ യേശുവിൻ്റെ കൃപ യേശുക്രിസ്തുവിലെ വിശ്വാസത്തോടും സ്നേഹത്തോടും എന്നിലേക്ക് കവിഞ്ഞൊഴുകി. എന്തിനു വേണ്ടിയിട്ട് എന്നിലേക്ക് കവിഞ്ഞൊഴുകിയത്? എന്നിൽ നിന്ന് കവിഞ്ഞൊഴുകാൻ. പക്ഷെ ഇപ്പോഴും എന്നിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നത് ഏതാ? എന്നെ ശരിക്ക് ഒന്ന് നോക്കി എന്തെങ്കിലും കമൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹം ഒഴുകുമോ? ഒഴുകുന്നില്ലെങ്കിൽ ഏത് സ്നേഹമാണ്? നമ്മൾ ഈ റൂട്ടിൽ പ്രസംഗിക്കത്തില്ല, പുറമേ കാണുന്നതിനൊക്കെ പ്രസംഗിക്കും അല്ലേ? ജീസസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 തിമോത്തി 1:13 2 തിമോത്തി 1:13 നോക്കി. പ്രൈസ് ദി ലോർഡ്. എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയായിക്കോളും. അതെങ്ങനെ ആക്കുന്നതെന്ന് ചോദിച്ചു. ഈ പത്യവചനം എങ്ങനെ ആയിരിക്കണം മാതൃകയാക്കേണ്ടത്? ക്രിസ്തു വിശ്വാസത്തിലും സ്നേഹത്തിലും അല്ല, ക്രിസ്തുയേശുവിലുള്ള മുമ്പേ കിട്ടിയതുണ്ടല്ലോ, മുമ്പേ കിട്ടിയില്ലയോ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും സ്നേഹവും? അത് ഉപയോഗിച്ച് ഈ പത്യവചനം അനുസരിക്കണമെന്നല്ലേ? ആർക്കും അനക്കമില്ല, എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അവിടെ കിട്ടിയത് നിറഞ്ഞു കവിഞ്ഞില്ലേ? അത് ഉപയോഗിച്ച് ഈ പത്യവചനം അനുസരിക്കണമെന്നല്ലേ എഴുതിയേക്കുന്നത്? പക്ഷെ ഇപ്പോഴോ ഏത് ഉപയോഗിച്ചാ? പത്യവചനം അനുസരിക്കുന്നില്ല. എന്തുകൊണ്ടാ ഇത് ഉപയോഗിക്കുന്നില്ല? Okay. Hold fast the form of sound words which thou hast heard of me in faith and love which is in Jesus Christ. യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വിശ്വാസത്തിലും സ്നേഹത്തിലും ഞാൻ നിന്നോട് പറഞ്ഞ പത്യവചനം മാതൃകയാക്കാതെ അനുസരിക്കുക. Okay. Keep and follow the pattern of sound teaching. ഞാൻ പറഞ്ഞതെല്ലാം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഫോളോ ചെയ്യുന്നത്? വെറുതെ മാസ്റ്റർ പറഞ്ഞ് സ്നേഹിക്കണമെന്ന് എന്നാ അങ്ങ് സ്നേഹിച്ചു അങ്ങനെയാണോ? ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ വ്യത്യസ്തനാണെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ അത് നിങ്ങൾ ചർച്ച വരികയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിലല്ലേ ഒരു പ്രയോജനമില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു ഓ അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആരാ? അങ്ങനെയെങ്കിൽ യേശു വന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താ? യേശുവിനെ സ്വീകരിച്ചുകൊണ്ടുള്ള പ്രയോജനം എന്താ? ദൈവത്തിൻ്റെ ഗ്രേസാണ് ഈ ഫെയ്ത്തും ലവ് എൻ്റെ അകത്തേക്ക് പകർന്നത്. അതിൽ ജീവിക്കുന്നത് ജീവിച്ചില്ലല്ലേ പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പട്ടി കുരയ്ക്കുമ്പോഴാണോ പ്രശ്നം? കുരയ്ക്കാതിരിക്കുമ്പോഴാണോ?
ഇവിടെ കുരയ്ക്കുമ്പോഴാണ് വലിയ മേളം. അയ്യോ അപ്പോൾ ഗ്ലോറി, വട്ടി കുരച്ചു അല്ലേ. ഇന്ന് പള്ളി വന്നു അല്ലേ, ഇന്ന് വചനം വായിച്ചു, ഗ്ലോറി. അതെന്തോ ദൈവം നോക്കുന്നുണ്ടേ. അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ഫെയ്ത്തും സ്നേഹവും എല്ലാം കൂടി ഇട്ട് നിന്നെ മാറ്റിയെടുത്തതല്ലേ. അപ്പോൾ ഈ ഫെയ്ത്തും സ്നേഹവും വെച്ചിട്ട് എന്നെ മാറ്റിയതിനായിരുന്നോ നന്ദി പറയേണ്ടത്, അതോ ഞാനിപ്പോൾ കാണിക്കുന്ന ഫലത്തിനാണോ? കർത്താവ് എന്നെ ഇന്ന് പരിപാലിച്ചതിന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം, അതോ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തിരഞ്ഞെടുത്ത് ഈ സത്യം എന്നെ അറിയാൻ സഹായിച്ചത്, അതിൻ്റെ പവർ എൻ്റെ അകത്തെ ആ സ്നേഹവും എൻ്റെ അകത്തോട്ട് ഇട്ടതിനാണോ, അതോ ഇപ്പോൾ കാണുന്ന ഇന്ന് എനിക്കിങ്ങനെ ആകാൻ പറ്റി എന്ന് ഓർത്തതാണോ? ഞാൻ ആദ്യമൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ പറയും മാസ്റ്റർക്ക് എങ്ങനെയുണ്ട്, എന്നാലും ഇങ്ങനൊക്കെ അല്ലയോ. കൃപ എന്താണ്? ഗ്രേസ് എന്താണ്? അൺമെറിറ്റഡ് ഫേവർ. എന്ത് യോഗ്യത ഇതിന്? എന്താ അൺമെറിറ്റഡ് ഫേവർ? അൺമെറിറ്റഡ് ഫേവർ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു യേശുവിനെ നാമത്തിൽ വിളിക്കുമ്പോൾ ഒരു കാറ് വരുന്നു, അല്ലെങ്കിൽ വേറെന്ത് വരുന്നു, ഇതൊക്കെയാണ് അൺമെറിറ്റഡ് ഫേവർ ആണോ? ഈ സ്നേഹത്തിൽ, ഈ വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? പറ്റുമായിരുന്നോ? ഇതൊന്നും ഇപ്പോൾ പഠിപ്പിക്കത്തില്ലല്ലോ. കാരണം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന അൺമെറിറ്റഡ് ഫേവർ എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ ആ വീട് പോരട്ടെ, 2-5 കാറ് പോരട്ടെ, 3 ഇതാണ് ഗ്രേസ്. അൺമെറിറ്റഡ് ഫേവർ. ഈ അൺമെറിറ്റഡ് ഫേവറിന് എന്തെങ്കിലും ആ പറയുന്ന അൺമെറിറ്റഡ് ഫേവറിന് ഇതിലൊരു ഫലം ആ വ്യക്തിയിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? അപ്പോൾ പൗലോസ് അവിടെ കരത്തിൽ കിടന്ന് പറയുക, എന്നോട് നീ കുറേ പത്യവചനം കേട്ടില്ലേ, കുറേ ഡോക്ടേഴ്സ് നിന്നോട്, തിമോത്തിയോസ് നിന്നെ ഞാൻ പഠിപ്പിച്ചില്ലേ, അത് നീ ചെയ്യുവാണെങ്കിൽ എങ്ങനെ വേണം ചെയ്യാൻ? കുഞ്ഞു വാനൊക്കെ ഉണ്ട്, എഴുതിയും വെച്ച് പോയി അല്ലയോ. നീ ചെയ്യാതിരിക്കാൻ പറ്റുമോ? പോയേക്കാൻ ചർച്ചിലല്ലേ ഇല്ലയോ. മാസ്റ്റർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരെന്താ വിചാരിക്കും അല്ലേ ഇല്ലയോ. പിന്നെ എഴുതി കൊടുക്കുന്നത് എഴുതി കൊടുത്തേക്കാവൻ അല്ലേ. അങ്ങനെ യേശു വിചാരിച്ചായിരുന്നല്ലോ, എഴുതി ഞാൻ കൊടുത്തേക്കാം, എൻ്റെ പാവം ക്ഷമിച്ച് വന്നേക്കാം. അങ്ങനെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, കാൽവറി കയറുന്നത് ആസ്വദിച്ചുകൊണ്ടാണ് കയറിയല്ലേ ആണോ? അങ്ങനെ ആസ്വദിച്ചുകൊണ്ടാണെന്നോ ഇപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണെന്നോ ചെയ്യുന്നത്? കാരണം ഇനി ആരും ഇല്ലേ ഇവിടെ, എല്ലാവരും പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്ന കൽപ്പന ആസ്വദിച്ചുകൊണ്ടാണെന്നോ ചെയ്യുന്നത്, അതോ ഇങ്ങനെ ഇപ്പോഴാകും സമയം കണ്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇനി അടിച്ചാലെന്തോ ചെയ്യും, ചർച്ചിൽ പോയില്ലെങ്കിൽ ദൈവം അടിച്ചാലെന്തോ ചെയ്യും, എങ്ങനെയാണോ ആസ്വദിച്ചുകൊണ്ടാണോ വരുന്നത്? അപ്പോൾ കർത്താവിൻ്റെ കൂടെ എങ്ങനെ നടക്കാൻ പറ്റുന്നത്? ഇങ്ങനെയല്ല കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റുമോ? ഇന്ന് അനേകർ കർത്താവിൻ്റെ കൂടെ നടക്കുന്നേ ആണോ? ആസ്വദിച്ചുകൊണ്ടല്ല നടക്കുന്നതെങ്കിൽ ഒരിക്കലും കർത്താവിൻ്റെ കൂടെ അല്ല നടക്കുന്നത്. കഷ്ടങ്ങളിലും ആസ്വദിക്കുക. എന്തുകൊണ്ട്? ദൈവം തന്നിരിക്കുന്ന ഗ്രേസ് ഉള്ളത് കൊണ്ടാണ്. കഷ്ടങ്ങളിലും ആസ്വദിക്കാൻ പറ്റുന്നതിനുള്ള ഗ്രേസ് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ പോലും പിറുപിറുക്കുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് കഷ്ടങ്ങളിലും പാട്ടൊക്കെ പാടുന്നുണ്ട്. കഷ്ടങ്ങൾ പിറുപിറുക്കുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ഉള്ളവർക്കില്ലാത്ത ഗ്രേസ്, ഫേവർ നിനക്ക് ദൈവം പകർന്നു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് തിരിച്ചറിയാത്തതാ പ്രശ്നം. ഈ ലവ് എന്ന് പറയുന്നത് അഗാപ്പെ എന്ന് പറഞ്ഞാൽ ചാരിറ്റി, ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ഈ ലവ്. അല്ലെങ്കിൽ ഇൻ ഫെയ്ത്ത് ആൻഡ്, ഈ വിശ്വാസവും വിച്ച് ഈസ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന സ്നേഹം, വിശ്വാസം. യേശു ക്രിസ്തുവിലുണ്ടായിരുന്ന സ്നേഹവും വിശ്വാസവുമാണ് എന്നിലേക്ക് പകർന്നത്. അപ്പോൾ യേശുവിനെ സ്വീകരിച്ചില്ലല്ലോ എന്ന കുഴപ്പം എന്താ? എങ്ങനെ ജീവിക്കും? നമ്മൾ വിചാരിച്ചോണ്ട് യേശുവിനെ സ്വീകരിച്ചില്ലേ സ്വർഗത്തിൽ പോകത്തില്ല. അങ്ങനെ പഠിപ്പില്ലല്ലേ. യേശുവിനെ സ്വീകരിച്ചു സ്വർഗത്തിൽ പോകണേല്ലോ. ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? യേശുവിനെ ഇല്ലാതെ, ഈ വിശ്വാസവും സ്നേഹവും ഇല്ലാതെ എങ്ങനെയായിരിക്കും ഇവിടെ ജീവിക്കുന്നത്? ഇത് ഉണ്ടായിട്ട് തന്നെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇതുവരെ അറിയത്തില്ലായിരുന്നല്ലോ അല്ലേ. ഇപ്പോഴും നമ്മളങ്ങോട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവെ പ്രതിഫലം തരണം, ഞാൻ കണ്ടില്ലേ ഇന്ന് പള്ളിയിൽ വന്നു, ഇന്ന് ഉപസിച്ചു എന്നൊക്കെ പറയുമ്പം ഫ്രൂട്ടാണോ? ഫലമാണോ? ഇതിൽ ചെമ്മരിയാടുകളും കോളാറ്റുകളും കൂടി തിരിക്കുന്ന അറിയാം നിങ്ങൾക്ക്, അവസാനം വരുന്നുണ്ട് അറിയാം.
അപ്പോൾ എന്താ പറഞ്ഞു? നീ എൻ്റെ ഭവനത്തിലേക്ക് വന്ന് കയറ്, ഞാൻ നഗ്നനായിരുന്നു, നീ എനിക്ക് കൊടുക്കാൻ തന്നു അല്ലേ? ഓർമ്മയുണ്ടോ? ഉണ്ട് അല്ലേ? ദാഹിച്ചു, കുടിപ്പാൻ തന്നു. അപ്പോൾ ആ വ്യക്തി എന്താ പറയുന്നത്? ഞാൻ എപ്പോഴാണ് ഇത് ചെയ്തതെന്ന്? എൻ്റെ അർത്ഥം എന്താ? ജീവിതശൈലിയായിരുന്നു പുള്ളിയുടെ അല്ലേ? അറിഞ്ഞോ? ഇവിടെ ആന്നല്ലോ 28-ാം തീയതി ഞാൻ പള്ളിയിൽ പോയി, ഇന്നാർക്ക് ഞാൻ ഇത്ര രൂപ കൊടുത്തു, അതിനൊക്കെ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്താ? അപ്പോൾ നഗ്നനായിരുന്നു എൻ്റെ ജീവിതശൈലി അല്ലെങ്കിൽ അറിയുമോ? ഞാൻ ആരാണ് എവിടെ വെച്ചാൽ കൊടുത്തേ? മറ്റേ അന്നേ പറയും ഞാൻ വന്നിട്ട് അവിടെ ചെന്നപ്പോൾ അവന് കൊടുത്തതാ, ഇവിടെ വെച്ച് കൊടുത്തതാണ്, അവൻ അവിടെ ഇങ്ങനെ ഒന്നുമില്ല കിടന്നപ്പോൾ ഞാൻ അവനെ സഹായിച്ചു. ഇപ്പോഴും പറയും ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ഞാൻ അവന് പൊതിയിൽ ചോറില്ലാതിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് അഴിച്ചു കൊടുത്തത്, പ്രതിഫലമുണ്ട് അല്ലയോ? അപ്പോൾ പറയാം അവിടെ ഞാൻ ചോറില്ലാതിരിക്കുകയായിരുന്നു, നീ ചോറ് എന്തെങ്കിലും തന്നു എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് കർത്താവ്, അന്ന് 1-ാം ക്ലാസ് വെച്ചല്ലയോ അല്ലയോ? അവിടെ പറയുമോ? എപ്പോഴാന്ന് പറയുമോ? ആർക്കും അനക്കമില്ല. ഇപ്പോൾ പറയാനാണെങ്കിൽ എണ്ണി പറയാനുണ്ടല്ലേ, എവിടെയൊക്കെ വെച്ചാൽ ചോറ് കൊടുത്തേ എന്നല്ലേ? ഉണ്ടോ? വേണ്ട, ആർക്കും അനക്കമില്ല. എല്ലാവരും ഒന്ന് ആലോചിക്കുകയാണ് ഇതെന്തൊരു കളിയാന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊടുത്താൽ പിന്നെ കണക്കിടരുത്. മറ്റേ ആശുകാലം മൊത്തം 5-ാമത്തെ വയസ്സിൽ കൊടുത്തതാ, മരിക്കുന്നിടം വരെ ഈ കണക്കും വെച്ചോണ്ടിരിക്കുകയല്ലേ? കൊടുത്തും പോയി, കാശും പോയി. ഇതാര് പഠിപ്പിക്കുമല്ലേ? ഇല്ലേ? ഇത് പഠിപ്പിക്കാൻ ആർക്കും സമയം കിട്ടും? എന്നെ അത്ഭുതപ്പെടുത്തി. ആ വ്യക്തിക്ക് അറിയത്തില്ല നഗ്നനായി. എപ്പോഴാണ് നിന്നെ നഗ്നനായി കണ്ടത്? എപ്പോഴാണ് നിന്നെ ദാഹിച്ച് കണ്ടത്? അപ്പോഴാണ് നമ്മൾ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്കും പോയ കർത്താവ് ഇല്ലേ? ഇപ്പം ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലായല്ലേ? ഇത്രയും നാൾ അറിയത്തില്ലായിരുന്നു, ഇപ്പം മനസ്സിലായില്ലേ? അത് ഞാൻ പട്ടി പറയും, ഞാനെന്നും കുറയ്ക്കുമായിരുന്നു, ഞാനെന്നും കൊടുക്കുമായിരുന്നു, എപ്പോഴും അല്ലേ? അങ്ങനല്ലേ? എല്ലാവർക്കും ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ, ഒന്നും അനക്കമില്ല, ഒരു ഹല്ലേലൂയ ഇല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത്ര കട്ടിയാണെന്നോ ക്രിസ്ത്യാനിറ്റി എന്നായിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ടാ ബലഹീനത തികഞ്ഞു വരുന്ന ഗ്രേസ്. ഇപ്പം ഗ്രേസ് ഇല്ലാത്തവർക്ക് ചോദ്യമൊന്നുമില്ല, ചെയ്യാൻ പറ്റത്തില്ല, പോയി, അവരുടെ കാര്യം പോയി. പക്ഷെ ഗ്രേസ് ഉണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനല്ല. ഞങ്ങളെ ഗ്രേസ് പഠിപ്പിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ എല്ലാം അൺമെറിറ്റഡ് ഫേവർ എന്ന്, നിനക്കെല്ലാം ഈ ഭൂമിയിലുള്ള എല്ലാം നിൻ്റേതാന്നാ പഠിപ്പിച്ചേക്കുന്നത് അല്ലേ? ഇത് മാത്രം പഠിപ്പിച്ചിട്ടില്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ. നോക്കി എന്നോട് കേട്ട സൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ? പത്യവചനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വചനം, ഈ ചുമ്മാതുള്ളതല്ല, നമ്മളിൽ വെളിപ്പെടേണ്ടതായ വചനം. അതെന്ന് പറയുന്നത് കട്ടിയായ ആഹാരം. കട്ടിയായ ആഹാരം. അപ്പോൾ കട്ടിയായ ആഹാരം എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞേ? പുറമെയൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങ് ചെയ്യാമായിരുന്നു. ഈ പാലാണെങ്കിൽ ഞങ്ങൾക്ക് സ്നേഹത്തിലും വിശ്വാസത്തിലൊക്കെ ചെയ്യാമായിരുന്നു. ഈ കട്ടിയായ ആഹാരം അല്ലേ? പ്രൈസ് ദി ലോർഡ് ജീസസ്. ഒന്ന് സന്തോഷത്തോടല്ലോ പറഞ്ഞേട്ടെ. ഞാൻ സന്തോഷിക്കുന്നത് എന്തെന്നറിയോ? എപ്പോഴാണെന്നറിയോ? വചനം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആഴം എന്നിൽ വെളിപ്പെടേണ്ടത് വെളിപ്പെടുമ്പോഴാണ് ഇത് തിരിച്ചറിയാൻ പറ്റിയല്ലോ. ഒന്നുമല്ല, ഈ തിരിച്ചറിയാതെ എന്തോ ഇതിന് ഇതിപ്പോൾ തിരിച്ചറിയാതിരുന്നായിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുക നല്ലോണം ജീവിക്കുന്നതെന്ന്. തിരിച്ചറിയാൻ എന്തൊരു പ്രശ്നമായിപ്പോയി. അപ്പോൾ ഇത് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് നന്ദി പറയണ്ടേ? നമുക്കിപ്പോൾ അത് കിട്ടിയോ ഇത് കിട്ടുന്നതിനെ കാട്ടി അതൊരു പോട്ടെ, അതൊന്നും ഒരു വിഷയമേ അല്ല, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കൂടെ വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് വെളിപ്പെട്ട് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ ഏറ്റവും വരുന്നത് ഇന്ന് രാത്രി ഇരിക്കുന്ന ഉടനെ ഇതിൻ്റെ അകത്ത് ഒരാഴ് എന്നിൽ വെളിപ്പെടേണ്ടത് ഇങ്ങനെയാണോ? ഇതൊന്ന് വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ്. ഒന്നും അല്ലെങ്കിൽ വെളിപ്പെട്ട് കിട്ടിയാൽ നമുക്ക് ജീവിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്. സമയം
കിട്ടിയോ? ഇത് എന്താന്ന് കിട്ടിയല്ലോ അല്ലേ? ഓ, നിങ്ങൾ അത്ര ഭാഗ്യവാന്മാരാ. നോക്കി, ഇത്ര എല്ലാവർക്കും കിട്ടത്തില്ല. ഭയങ്കര ഭാഗ്യമായത്. നമ്മളിൽ എന്ത് വെളിപ്പെടണം എന്നുള്ള അത് വെളിപ്പെട്ട് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ഇനിയിപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതിൻ്റെ ഫലം വരാൻ എല്ലാവരും വരത്തില്ല. എങ്ങനെ വെക്കുന്നത്? വരുമോ? ഇല്ല. അതിൻ്റെ പേരാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജഡം സമ്മതിക്കുമോ? സമ്മതിക്കുമോ? ഇല്ല. ഞാനിപ്പോൾ 10 പൈസ കൊടുത്തിട്ട് അത് രണ്ടുപേരോട് പറയാതിരിക്കാൻ ജഡം സമ്മതിക്കുമോ? സ്തോത്രം. അപ്പോൾ അതിനെ ഒന്ന് പിടിക്കണമെങ്കിൽ എത്ര അല്ലല്ലിയോ പറഞ്ഞാലും അന്യഭാഷ പറഞ്ഞാലും പറ്റത്തില്ല. ശരിക്കും അതിൻ്റെ വെളിപ്പാട് പ്രാപിച്ചാലേ പറ്റൂ. കാരണം എന്താ? ഈ സ്നേഹവും ഈ വിശ്വാസം എൻ്റെ അകത്ത് കവിഞ്ഞൊഴുകിയാലേ പറ്റൂ. ഇതാ ഞാൻ പറഞ്ഞത്, ആഴത്തിൽ വചനത്തിൽ പോകുന്ന ശാന്തതയിലാണോ അതോ അല്ലാത്തപ്പോഴാണോ? ഹല്ലേലൂയ. അടുത്ത വചനം എന്താ മോനെ? വേറൊരു വചനത്തിലോട്ട് പോകാം. ആ നല്ല ഉപനിധി നോക്കിയേ, നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിലാ സൂക്ഷിച്ചോളൂ. ഈ നല്ല ഉപനിധി, ഈ സൗണ്ട് ഡോക്ടറിൻ്റെ കാര്യമായി പറയുന്നത്. ഈ പത്യവചനം നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചോളൂ. നോക്കിയേ, ഇങ്ങനെ സൂക്ഷിക്കേണ്ടത്. നോക്കിയേ, അപ്പോൾ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ വചനം എങ്ങനെ ആയിരിക്കണം അതനുസരിക്കുന്നത്? അതെങ്ങനെ ആയിരിക്കണം അനുസരിക്കുന്നത്? പത്യവചനം എങ്ങനെ അനുസരിക്കുന്നത്? സ്നേഹത്തിലും വിശ്വാസത്തിലും അല്ലേ? ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും അനുസരിക്കേണ്ടതല്ലേ? അപ്പോൾ ഈ ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും ഞാൻ വീണ്ടും ജനിച്ച് അതെൻ്റെ അകത്ത് പകർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവി മാത്രമേ ചെയ്യാനും പറ്റൂ. നിങ്ങൾ പറ, സ്വയമായിട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ യേശുവിൻ്റെ ജീവനില്ലാതെ നല്ലവണ്ണം ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. അപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മളത് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം കൂടെ കാണിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു വചനം, ഒത്തിരി വചനമുണ്ട്, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒന്നുകൂടെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അതോടെ വായിച്ചിട്ട് നിർത്താം. 1 തെസ്സലോനിക്കർ 5:8 വാക്യം. ഫസ്റ്റ് തെസ്സലോനിയൻസ് 5:8. ചാപ്റ്റർ 5:8 വേഴ്സ് 8. നാമോ പകലിനുള്ളവരാകയാൽ, നമ്മളാരാ? ഇരുട്ടിലുള്ളവരെ പറ്റിയാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വേണ്ടിയത്? വിശ്വാസം, സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കും. അപ്പം എങ്ങനെ ആയിരിക്കും സുബോധം എന്ന് പറയുന്നത്? എപ്പോഴാണ് നമുക്ക് നമ്മൾ സുബോധമുള്ളതെന്നാ ദൈവം പറയുന്നത്? എപ്പോഴാ? ക്രിസ്തുയേശുവിൽ നിന്ന് കിട്ടിയ വിശ്വാസവും ആ സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയം ധരിച്ചിരിക്കുമ്പോഴല്ലയോ സുബോധം? അന്നോ? ആർക്കും ഒരു അനക്കമില്ലല്ലോ. അപ്പോൾ എന്താ ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ധരിച്ചിരിക്കുന്നത് എന്താ? ചുരിദാറും ഇതൊക്കെ അല്ലേ? ഇത് ഊരിക്കളയാൻ പറഞ്ഞിട്ടുണ്ടോ? ചർച്ച വരുമ്പോൾ ധരിക്കണമെന്നാണോ? ഇതെവിടുന്ന് കിട്ടി? പകലിനുള്ളതായപ്പോഴാ? പകലിനുള്ളവരായതെപ്പോഴാ? ഓ, നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. നേരത്തെ ഇരുട്ടായിരുന്നല്ലേ? ആയിരുന്നു. പകലിനുള്ളവരായി. അന്നേരം എന്തോ കൂടെ കിട്ടി? വിശ്വാസവും സ്നേഹവും കിട്ടിയല്ലോ, ഇല്ലയോ? ക്രിസ്തുയേശുവിലെ വിശ്വാസവും സ്നേഹവും. പിന്നെന്തോ ഉണ്ട്? രക്ഷയുടെ പ്രത്യാശ ഇല്ലയോ? ഇല്ലയോ? ഇത് മൂന്നും ധരിച്ചോണ്ടാന്നോ ഇരിക്കുന്നേ? ഇത് മൂന്നും ധരിച്ചിരിക്കുകയാണെങ്കിലത്തെ സ്ഥിതി എന്താ? പ്രവൃത്തി എങ്ങനെ ആയിരിക്കും? കണക്കമില്ല. മനസ്സിലായില്ലല്ലേ?
നിങ്ങൾക്ക് വചനം മനസ്സിലാകാഞ്ഞുണ്ടാകുന്നോ അതോ സൂക്ഷിച്ച് വായിക്കാന്ന്? നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹമെന്ന കവചവും ശിരസ്ത്രമായ രക്ഷയുടെ പ്രത്യാശയം ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക എന്ന് പറഞ്ഞാൽ യേശു തന്ന പ്രത്യാശ, വിശ്വാസം, രക്ഷയുടെ പ്രത്യാശ അറിയത്തില്ലേ? അവൻ വരും, ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇതെല്ലാം ചപ്പി ഓർന്ന് എണ്ണാൻ പറ്റുന്നത് അല്ലേ? ഇത് ധരിച്ചതിൻ്റെ തെളിവെന്താണ്? ഈ സ്നേഹം ധരിച്ചെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? നമ്മൾ കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ വിളിച്ച് പറയുന്നതാണോ തെളിവ്? ഇങ്ങനെ സുബോധമായിട്ട് ഇരിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ കഴിപ്പിക്കുന്ന സാരമൊന്നുമില്ല, ഇങ്ങനൊന്നും വരുന്നതിലും കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിൽ നമ്മളങ്ങ് നടന്നാൽ മതി അല്ലേ? അല്ലയോ? എന്താ ക്ലെയിം ചെയ്ത് വാങ്ങിക്കുമ്പോൾ നമ്മുടെ അകത്തോട്ട് എന്താ നിൽക്കാത്തേ? നമ്മളിൽ ആകേണ്ടതല്ലോ ആയോ? ഇതുവല്ലം ധരിച്ചോണ്ടാണോ നിൽക്കുന്നേ? ഇതൊന്നും ധരിക്കാൻ പറഞ്ഞിട്ടേ ഇല്ല അല്ലയോ? ഞങ്ങൾ ഇത്രയും പേരാ പാസ്റ്ററെ എന്നും ബുധനാഴ്ച വരുന്നത്, ഞങ്ങളെ കൂടെ വരാതിരിക്കാനുള്ള പരിപാടി നോക്കരുത്. അങ്ങനെയാണോ? ഇനിയിപ്പോൾ ഒരാളെ വരുന്നുള്ളതിലും ഒരാൾക്ക് വേണ്ടി അതൊരു ഇത് ഞാൻ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പ്രസംഗിക്കുക എന്നാണ്. പത്യവചനം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു പക്ഷെ നിങ്ങൾക്ക് അത്രയും ഒരു ഈ ദേഹിക്കൊരു ഇത് കാണത്തില്ല. ദേഹിക്കൊരു ഇത് കാണുമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴാണ്. പക്ഷേ ഇത് വെളിപ്പെടണമെന്ന് വിചാരിച്ചാൽ ഞെരുങ്ങും അല്ലേ ദേഹി? അല്ലേ? ദേഹി ഇങ്ങനെ ഇരുന്ന് ഞെരുങ്ങും. കാരണം എന്താ? ഇത് എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കണമെന്നുണ്ടെങ്കിൽ ഞെരുക്കം ഉണ്ടാവും അല്ലേ? ഇല്ലേ? പക്ഷെ ആത്മാവ് സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവ് കൊണ്ട് വേണം വചനം വായിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കി. നാം ഇപ്പോൾ എന്തല്ല, ഇരുട്ടല്ല. അപ്പോൾ ദൈവം എന്നെ പകലാക്കി എന്തിനാ? ഇതും ധരിച്ചുകൊണ്ട് നിൽക്കാനല്ലേ? ഇത് ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്നോട് ഞാൻ ഇന്ന സമയത്ത് ഇങ്ങനെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ സ്ഥിതി എന്താ? എപ്പോഴും ഇത് ഇങ്ങനെ പ്രവർത്തിക്കേണ്ടതല്ലേ? പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. എല്ലാവരും എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയത്തില്ല. ധ്യാനിക്കുകയാണോ അതോ ഇതെന്തോ ഒരു പരിപാടിയാണെന്നോ ചിന്തിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചതിൻ്റെ ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? എല്ലാവരും ഇത് ധരിച്ചുകൊണ്ട് നിന്നായിരുന്നേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലായനല്ലേ? പക്ഷെ നമ്മളെ എല്ലാവരും പകലിൻ്റെ ആൾക്കാരല്ല, ഇരുട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുക്രിസ്തു പുതിയ നിയമം എന്ന് പറയുന്നത് വെള്ളപ്പേജ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഒത്തിരി വ്യത്യാസമുണ്ടല്ലേ? താഴെ ഇരുട്ടിലുള്ളവർക്ക് വേണ്ടി വായിക്കാനായിരുന്നു, ഇതോ പകലിലുള്ളവർക്ക് വേണ്ടി വായിക്കാനല്ലേ? അപ്പോൾ പകലിലുള്ളവരും ഇരുട്ടിലുള്ളത് വായിക്കണം, കാരണം അത് നിഴലാണ്. ഇരുട്ടിലുള്ളവർക്ക് പുതിയ നിയമം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, പക്ഷെങ്കിൽ വെളിച്ചത്തിലുള്ളവർക്ക് ആ പഴയ നിയമം കൂടെ വെളിപ്പെട്ട് കിട്ടും. പ്രൈസ് ദി ലോർഡ്. കാരണം മറഞ്ഞു കിടക്കുന്നതും വെളിപ്പെട്ട് തരാൻ ആർക്ക് മാത്രമേ പറ്റൂ? പ്രൈസ് ദി ലോർഡ്. വെളിച്ചത്തിനെ മാറ്റി ജീവൻ പ്രാപിപ്പാൻ, അതല്ലേ നമ്മുടെ പ്രിയവാക്യം. എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇതെല്ലാം അറിയാം അല്ലേ? ഈ ജീവൻ പ്രാപിക്കാതെ ഇതെല്ലാം മനസ്സിലാവുമോ? ഒത്തിരി കട്ടിയാണോ? വചനമല്ലേ? വചനത്തിൽ നിന്ന് അണുവില മാറിയിട്ടുണ്ടോ? ദൈവം വചനം വിട്ടെന്തേലും പറഞ്ഞോ? പക്ഷെ ഇതിനകത്ത് കിടന്നിരിക്കുന്ന സത്യം നിങ്ങൾക്ക് തെളിയിച്ചു തന്നേ ഉള്ളൂ. ദൈവം ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? എന്നാലേ പറ്റൂ പ്രിയമുള്ളവരെ. ഇപ്പം എനിക്കെതിരെ വരുന്നൊരു വ്യക്തിയെ അവൻ ചെയ്തതിൻ്റെ കണക്കെഴുതരുത്. എങ്ങനെ പറ്റും? അവൻ എനിക്കെതിരെ ചെയ്തതിൻ്റെ കണക്കെഴുതാതിരിക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. ഈ സ്നേഹമില്ലെങ്കിൽ എനിക്കൊരിക്കലും ആ കണക്കെഴുതാതിരിക്കാൻ പറ്റത്തില്ല. കണക്കെഴുതിയിട്ടില്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും?
മാഞ്ഞു പോയിട്ടുണ്ടോ മൊത്തം കണക്ക്? മാഞ്ഞു പോയിട്ടുണ്ടോ? അതോ ഇപ്പോഴും ആഴത്തിലൊന്നും തപ്പിയാത്ത കണക്ക് വരുമോ? ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഇതിനെത്തിരിപ്പറ്റി ചിന്തിച്ച്, ഈ സ്നേഹം അതിനെ കണക്കെഴുതാതിരിക്കണമെങ്കിൽ എത്രമാത്രം ഈ സ്നേഹം എൻ്റെ അകത്ത് നിറഞ്ഞേൽക്കണം. വിശ്വാസം, സ്നേഹം മാത്രം, വിശ്വാസം വേണം. കർത്താവിലുള്ള പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞില്ലയോ, എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നൊരു കർത്താവ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തിരിക്കുന്ന ഒരു കർത്താവിലുള്ള വിശ്വാസം. ഈ രണ്ട് വിശ്വാസമാണ് കണക്കെഴുതാതിരിക്കാൻ എന്നെ പ്രാപ്തനാക്കുന്നത്. നിങ്ങൾ പറ, വേറൊരു മാർഗം പറ. കണക്കെഴുതാതിരിക്കാൻ വേറൊരു മാർഗം പറ. സ്നേഹം ദോഷം കണക്കിടുന്നില്ല. എനിക്കെതിരെ ചെയ്തതിനെ ഞാൻ കണക്കിൽ വെക്കുന്നില്ല. ദൈവസ്നേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 13:5 എടുക്കാനല്ല. ദൈവസ്നേഹം ദോഷം കണക്കിടുന്നില്ല. കണക്കിടുന്നില്ല പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ വായിച്ചു പോകുന്നതൊക്കെ മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു പേജുണ്ട്, അവിടെ കണക്കെഴുതി വെച്ചിട്ടുണ്ട്, ഇന്നാര് ചെയ്ത ദോഷം. ദൈവസ്നേഹം അത് എഴുതുന്നില്ലെന്ന്. ഇന്നും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ധരിച്ചിട്ടില്ല. ആണ്, ദോഷം കണക്കിടുന്നില്ല. ദോഷം കണക്കിടുന്നില്ല എന്ന് പറഞ്ഞാൽ കണക്കെഴുതുന്നില്ല എന്ന് പറഞ്ഞാൽ ലവ് കീപ് നോ അക്കൗണ്ട് ഫോർ ദ റോങ്സ്. കണ്ടില്ലേ? ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് എ റോങ് എൻഡേർഡ്. തിന്മ സഹിച്ചതിന്, ഒരു വ്യക്തിയിൽ നിന്ന് ഞാൻ ഏറ്റ തിന്മയെ ഞാൻ കണക്കെഴുതുന്നില്ല. ഞാൻ ചോദിക്കുന്ന, ഈ ദൈവസ്നേഹത്തിനല്ലാതെ ആർക്ക് പറ്റും എനിക്കത് ചെയ്യാൻ? എങ്ങനെ പറ്റും? എന്നെ ഒത്തിരി ആഴത്തിൽ വേദനിപ്പിച്ച ഒരുപാട് കേസുണ്ട്. ഒറ്റ മനുഷ്യരോട് ഇതുവരെ ഞാൻ പറയാത്തില്ല. കാരണം എന്താണെന്നറിയാമോ? പറഞ്ഞാൽ ആ വ്യക്തിക്ക് മോശമല്ലേ? ചില സന്ദർഭങ്ങളിൽ പറയണമെന്ന് ഉടൻ തന്നെ ഈ സ്നേഹം വന്ന് നിറഞ്ഞിട്ട് പറയും, നോ, ഇത്രയും വർഷമായിട്ട് പറഞ്ഞില്ലല്ലോ, ആ സ്നേഹമല്ലേ നിന്നെ നിർത്തിയത്. ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് എന്നുണ്ടായി പറയുന്നത്, വെറുതെ ശുശ്രൂഷിക്കല്ല. വെറുതെ എടുത്തു വെച്ചിട്ട് ഇന്ന് ഓരോ കാര്യം പറയുമ്പോഴും എക്സ്പീരിയൻസ്, അതിൻ്റെ പൂർണ്ണതയിൽ ഞാൻ എത്തിക്കൊണ്ടേയിരിക്കുന്നു. പറ്റും എന്ന് നിങ്ങളോട് പറയുക. ഒത്തിരി മേഖലയിൽ ദൈവം എന്നെ ജയിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ഇനിയും ജയിക്കും. അവൻ വെളിപ്പെടുത്തുന്നതനുസരിച്ച് ഇനിയും ജയിക്കും. ഇതല്ലേ ക്രിസ്ത്യാനിറ്റി? ഞാൻ എന്തോ ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്? എന്ത് ധരിച്ചാണ് നിൽക്കുന്നത്? വിശ്വാസവും സ്നേഹമെന്ന കവചയും രക്ഷയുടെ ശിരസ്വരം ധരിച്ചിരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിൽ, അല്ലെങ്കിൽ ഈ ഫ്രൂട്ട് എങ്ങനെ വരും? 1 കൊരിന്ത്യർ 13 എങ്ങനെ എന്നിൽ വെളിപ്പെടും? മനുഷ്യപുത്രൻ അന്നാളിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? എന്താണ് വിശ്വാസത്തിൻ്റെ ഫ്രൂട്ട്? വിശ്വാസത്തിൻ്റെ ഫലം എന്താണ്? ഈ സ്നേഹത്തിൻ്റെ ഫലം എന്താ? ഈ സ്നേഹം ദൈവസ്നേഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ കൊള്ളാം. ദൈവസ്നേഹത്തിൻ്റെ ഫ്രൂട്ട് എന്ത് ചെയ്യും? ഒഴുകോ? എന്നിലേക്ക് ഒഴുകിയെങ്കിൽ എന്നിലൂടെ ഒഴുകുന്നുണ്ടോ? പാടുന്നുണ്ടല്ലോ. അത് ഒഴുകുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, 2 കൽപ്പന തെറ്റിച്ചു. ഇതൊഴുകുന്നില്ലെങ്കിൽ 2 കൽപ്പന തെറ്റിച്ചു. ഏതൊക്കെ കൽപ്പനയാ അറിയാവോ? എന്തോ 2 കൽപ്പനയേ ഉള്ളൂ. അതിനകത്ത് മൊത്തം ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കുക, എൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അത് മൊത്തം തീർന്നു. അതിനകത്ത് ന്യായപ്രമാണം മൊത്തം. അപ്പോൾ ഈ സ്നേഹവും ഈ വിശ്വാസവും ഈ ലക്ഷ്യം ധരിച്ചു നിന്നാൽ ഈ കൽപ്പന മൊത്തം അതിൻ്റെ അകത്ത് വരുമോ?
വരുമോ? കാരണം ദൈവത്തോടുള്ള സ്നേഹം, എൻ്റെ അമിതമായ സ്നേഹം നിമിത്തമാണ് എനിക്ക് ഞാൻ പാപം ചെയ്യാത്തത്. ദൈവത്തോടുള്ള സ്നേഹം നിമിത്തമാണ് ഞാൻ മറ്റുള്ളവരെ അതേപോലെ സ്നേഹിക്കുന്നത്, അല്ലേ? ആണോ? ഇത് രണ്ടും നടന്നില്ലെങ്കിൽ 2 കൽപ്പനയും തെറ്റിയല്ലേ? 2 കൽപ്പനയും ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നോ? ഇപ്പോഴോ? അപ്പോൾ എന്തുകൊണ്ടാണ് വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത്? ഇനിയും പറ, എന്തുകൊണ്ടാണ് വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത്? ഹലോ, ആരുമില്ലേ? എന്തുകൊണ്ടാണ് വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത്? ഇരുട്ട് കിടക്കാൻ എന്താ ആഗ്രഹം? ഞാൻ വിടുക. നിങ്ങളെ മറുപടി നിങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ഈ വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത്? എല്ലാവർക്കും വരാനൊക്കത്തില്ല. എല്ലാവർക്കും വരാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഈ വിളി കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ തിരഞ്ഞെടുപ്പ് ഭയങ്കര ഭാഗ്യമാണ്. പക്ഷെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം എൻ്റെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജീസസ്, പ്രൈസ് ദി ലോർഡ്. ക്ലോസ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിശബ്ദമായി നിങ്ങൾ ഇവിടുന്ന് പോയാലും നിങ്ങളുടെ ഭവനത്തിലിരുന്ന് ഇത് പ്രാർത്ഥിക്കുക. നല്ല പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിയിലായിരിക്കുന്നു. പ്രഭാതം മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഭാഗ്യം തന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചല്ലോ. ആരാധനയ്ക്ക് ലീഡ് ചെയ്യുവാൻ ജിനുവിനെ അവിടുന്ന് ഒരുക്കി. കർത്താവേ, ലാപ്ടോപ്പ് പ്രൊജക്ടർ അത് ഓപ്പറേറ്റ് ചെയ്യാൻ നിൻ്റെ മകൻ അവർ കാണിക്കുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അവരുടെ ദൈവസ്നേഹത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ചും മറ്റു മേഖലയിൽ സഹായിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥനാ വിഷയത്തിന് വരെ ദൈവം അത്ഭുത മറുപടി എടുത്തു. അത് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിൻ്റെ ഫലം ഞങ്ങൾ കൂടി സമൃദ്ധിയായി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരേണ്ടതിനായി സ്തോത്രം. ഞങ്ങളെ ആഴത്തിലേക്ക് കൊണ്ടുപോയി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ദൈവം എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു ആ ഫലം നിറഞ്ഞവരായി ഞങ്ങളെ ഓരോരുത്തരെയും ആക്കി തീർക്കണമേ. ഞങ്ങളെ മാത്രമല്ല, എൻ്റെ ഈ ശബ്ദപരിധിയിൽ ആരൊക്കെ ഇത് കേൾക്കുന്നുവോ, അല്ല, സഭയിലുള്ള എല്ലാ കുടുംബങ്ങളും ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഈ ജീവനിലേക്ക് കടന്നു വരുവാൻ, ഹല്ലേലൂയ, എല്ലാവരെയും ഇവിടുന്ന് ഒരുക്കണമേ. ദേശത്തനേകർ ജീവനിലേക്ക് കടന്നു വരുവാനിടയാക്കണമേ. അതിൽ കൂടിയുള്ള നന്മകൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി, അതിൻ്റെ സമൃദ്ധി അനുഭവിക്കുന്നവരായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരാൻ സാധിക്കാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമ്മാമയ്ക്കായി, ജോലി ഒട്ടിച്ചാനായി പ്രാർത്ഥിക്കുന്നവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ ആയിരിക്കട്ടെ. ഇൻഡോയ്ക്ക് വേണ്ടിയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് അത്ഭുത വഴികൾ ഒരുക്കി വെച്ചത് തന്നെ ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു വരട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കർത്താവുമായി ബന്ധത്തിലേക്ക്, ജീവനിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവേ, അവരും ഈ ജീവനിലേക്ക് കടന്നു വന്ന് അവരും പകലിൻ്റെ മക്കളായി തീരുവാൻ, പകലുള്ളവരായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം. ഇവിടുത്തെ ഓരോ മീറ്റിങ്ങും അത്ഭുതമാകും. ദൈവത്തിൻ്റെ പ്രവൃത്തി അതിന്മേൽ വെളിപ്പെടും. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മഹത്വം കർത്താവിന് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.